നമസ്കാരം. അങ്ങനെ നുഴഞ്ഞു കയറി സംഘപരിവാറികൾ ഗവർണറുടെ വസതി രാജ്ഭവനകത്തും എത്തിയിട്ടുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞാൽ രാജ്ഭവനകത്ത് സംഘശാഖ ആരംഭിച്ചു. അത് തന്നെയാണ് സത്യം. നമ്മളുടെ കല്യാണരാമൻ എന്ന് പറഞ്ഞൊരു സിനിമ വന്നല്ലോ, ദിലീപിൻ്റെയൊക്കെ. കല്യാണരാമൻ എന്നാണ് പേരും തോന്നുന്നുണ്ട്. അതിനകത്ത് എല്ലാവരും കൂടിയിട്ട് അവരിങ്ങനെ മദ്യപിക്കാതിരിക്കുന്ന സമയത്ത് രാത്രിയാണ്. ഇന്നസെൻ്റ് അതിൻ്റെ മണം കേട്ടപ്പോൾ തന്നെ അയാൾക്ക് കാര്യം മനസ്സിലായി. അയാൾ ഞെട്ടി ഉണർന്നിട്ട് ആ കൂട്ടത്തിൽ ഒന്നൊരു ഗ്ലാസ് അവിടെ വയ്ക്കുക. ഇതും കൂടി അവിടെ ഇരുന്നോട്ടെ കേട്ടോ, ഇതും കൂടി അവിടെ ഇരുന്നോട്ടെ. അവർ ചോദിക്കേണ്ടത് എന്തിനാ? അല്ല, ബാക്കി വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതും കൂടി അവിടെ ഇരുന്നോട്ടെ എന്ന് അത് ഞാൻ ഓർക്കാൻ കാരണം, ഇപ്പോൾ കേരളത്തിൻ്റെ രാജ്ഭവൻ, കേരള ഗവർണർമാരുടെ വസതി രാജ്ഭവനിൽ അവർ പറഞ്ഞിരിക്കുക ഇതും കൂടി അവിടെ ഇരുന്നോട്ടെ എന്ന്. ഏത്? ഭാരതാംബയുടെ ഫോട്ടോ. ഭാരതാംബയുടെ ഫോട്ടോ എന്ന് വെച്ചാൽ RSSൻ്റെ കൊടി പിടിച്ച് നിൽക്കുന്ന ഭാരതാംബയുടെ ഫോട്ടോ. ഇല്ലാത്തൊരു രാജ്യം, സ്വപ്ന രാജ്യം, ഇനി ഒരിക്കലും സാക്ഷാത്കൃതത്വം കൈവരിക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത ഒരു രാജ്യം, അതാണ് അഖണ്ഡ ഭാരതം. അത് നീണ്ടുകിടക്കുന്നത് എവിടെയെന്നറിയോ? സിംഗപ്പൂർ പെടുന്നുണ്ട്, ബ്രഹ്മദേശം ബർമ്മ പെടുന്നുണ്ട്, മലേഷ്യ പെടുന്നുണ്ട്, ഇന്തോനേഷ്യ പെടുന്നുണ്ട്, ബാലി ദ്വീപുകൾ പെടുന്നുണ്ട്, സിലോൺ പെടുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നേപ്പാൾ, സീത ജനിച്ച സ്ഥലമാണ്, നേപ്പാൾ പെടുന്നുണ്ട്. അങ്ങ് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ അങ്ങനെ വരുന്നുണ്ട്. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് മുഴുവൻ അഖണ്ഡ ഭാരതത്തിൻ്റെ സ്ഥലം നടക്കുന്ന കാര്യമാണ്. ഒരിക്കലും നടക്കാത്ത മധുര മനോഹരമായിട്ടുള്ള സ്വപ്നം എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ആ ഒരു ചിത്രം വരത്തി വെച്ചിട്ട് അതാണ് ഭാരതമെന്ന്. എന്നിട്ട് അതിൻ്റെ നടുവിൽ കാവിക്കൊടി, രണ്ട് ഭാഗത്തിന് കീറിയിട്ടുള്ള കാവിക്കൊടി ഉണ്ടല്ലോ, RSSൻ്റെ കാവിക്കൊടി, അതുമായിട്ട് നിൽക്കുന്ന ഭാരതാംബ. ഇതിനു മുമ്പ് ഭാരതാംബയുടെ ചിത്രം ഒരിക്കൽ വരച്ചിട്ടുണ്ട്. അത് ബംഗാളിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അത് 4 കൈകളുള്ള ഒരു സന്യാസിനിയുടെ, അല്ലെങ്കിൽ ഏതോ ഒരു ദേവതാ സങ്കല്പത്തിൻ്റെ, ദേവി സങ്കല്പത്തിൻ്റെ ഭാവത്തിലാണ്. അതിനെക്കുറിച്ച് ആരും കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നീട് ത്രിവർണ്ണ പതാക കയ്യിൽ വെച്ചുകൊണ്ട്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ ഒരു രാഘവൻ മാഷ് ഉണ്ടായിരുന്നു. ഈ രാഘവൻ മാഷ് ചിത്രകാരനാണ്, ക്രാഫ്റ്റ് മാഷ് എന്ന് മറ്റൊന്ന് പറയുക. അദ്ദേഹം ഭാരതാംബയുടെ ഫോട്ടോ അവിടെ ഒരു ചുമരുമ്പ് വരച്ചു വെച്ചു. നമ്മൾ കയറി ചെല്ലുമ്പോൾ അതാണ് ആദ്യം കാണുക. വരച്ചു വെച്ചു. അത് ഒരു ആൾ വലുപ്പത്തിൽ തന്നെയാണ് വരച്ചു വെച്ചിട്ടുള്ളത്. ഏകദേശം ഒരു 6 അടി ഉയരമുള്ള ഒരു സ്ത്രീ സ്വരൂപം, കയ്യിൽ ത്രിവർണ്ണ പതാക പിടിച്ച്, അതിനകത്ത് ഭാരതാംബ. അപ്പം അതിൻ്റെ മുമ്പിൽ നിന്നിട്ടാണ് ഞങ്ങൾ അന്നത്തെ ഈ പാട്ടൊക്കെ ഉണ്ടല്ലോ, അഖിലാണ്ട് മണ്ഡല മണി ചുരുക്കി, അതൊക്കെ പാടുന്നത്. അവസാനം ദേശീയ ഗാനം പാടുന്നത്, ജനഗണമനയ്ക്കും പാടുന്നത്. അന്നും ഒരു കംപ്ലൈൻ്റ് ഇല്ല. ഇപ്പോൾ പ്രശ്നം എന്താണ്? RSSൻ്റെ കൊടിയെ കയ്യിൽ കൊടുത്തിട്ടുള്ളത്. അതാണ് പ്രശ്നം. ഇത് കൂടി ഇവിടെ ഇരുന്നോട്ടെ എന്നും പറഞ്ഞിട്ട് സർക്കാർ പരിപാടിയിൽ RSS ഭാരതാംബ. അതിനിപ്പോൾ എന്താ കുഴപ്പം? ഈ കൊടി പണ്ടേയുള്ള കൊടിയല്ലേ? ആണല്ലോ. ഛത്രപതി ശിവജി ഉപയോഗിച്ചിരുന്നതും ഈ കൊടി തന്നെയാണ് എന്നാണ് പറയുന്നത്. ആണല്ലോ. പ്രശ്നം അത്രയുള്ളൂ. അത് നിങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ആ കൊടിയുടെ അന്തസ്സ് പോയി. അത് തന്നെയാണ് സത്യം. അത്രയേ ഉള്ളൂ സത്യം. നമ്മളിവിടെ താമര, നിങ്ങൾക്ക് ആർക്കും എന്തെങ്കിലും വിഷമമുണ്ടോ? താമര എന്ന് കേൾക്കുമ്പോൾ ഉണ്ട്. നമ്മൾ ചോദിക്കില്ലേ, ആ താമരയുടെ ആളാണല്ലേ, അപ്പം എന്നാ പറയാ, എങ്ങനെയാ പറയാ, അത് ഒരു വെറുപ്പുളവാക്കുന്ന കാര്യമായി. താമര എന്ന് പറഞ്ഞാൽ പൂജയ്ക്ക് ഉപയോഗിക്കുന്നതാണ്. പലപ്പോഴും താമരമാല മാത്രം ഇഷ്ടപ്പെടുന്ന ദേവി ദേവന്മാരുണ്ട്. ഇന്നിപ്പോൾ താമര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് അരോചകമാണ്. എന്തിനേറെ ഈ ഗേറ്റ് ഉണ്ടാക്കുന്ന, ഞാൻ താമസിക്കുന്നതിൻ്റെ വീണ്ടും മുമ്പിൽ ഗേറ്റ് ഉണ്ടാക്കുന്ന ഒരാളുണ്ട്. അവിടെ ഇരുമ്പിൻ്റെ വർക്ക്ഷോപ്പൊക്കെ ഉണ്ട്.
ഞങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ പറയുകയാണ്, മറ്റേ താമര വെച്ചുള്ളൊരു ഗേറ്റ്, പഴയൊരു ഗേറ്റ് അവിടെ കൊണ്ടിട്ടുണ്ട്, പഴയ ഗേറ്റാണത്. അപ്പോൾ അതിനകത്ത് ഇങ്ങോട്ടും അങ്ങോട്ടും ആയിട്ടുള്ള അഴികളുണ്ട്. അപ്പോൾ ഇതെന്തിനാ പുതുക്കി പണിയാൻ വേണ്ടിയിട്ടാണ്. ആരാണ് താമരയുടെ ആൾ? പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു ഇത് അതിൻ്റെ ഫ്രെയിമൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും, അത് വെറുതെ അവിടെ കൊണ്ടിട്ടതാണ്. അപ്പോൾ ആയിക്കോട്ടെ, നമുക്ക് അതിൻ്റെ പല കാര്യങ്ങളും ഉപയോഗത്തിൽ വരുത്താൻ പറ്റും. പിന്നെ സ്വാമി ചോദിച്ചില്ല താമര. അപ്പോൾ ഈ ഗേറ്റ്, 2 പാളിയുള്ള ഗേറ്റ് അടയ്ക്കുമ്പോൾ അതൊരു താമരയുടെ രൂപത്തിലാണ് ഗ്രില്ല് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. ആ സാധനം ഇപ്പോൾ ചിലവാകുന്നില്ല എന്നുള്ളതാണ്. പണ്ട് അദ്ദേഹം പറയാം ഒരു വർഷത്തിൽ 2-3 വട്ടെങ്കിലും ഈ താമരയുടെ അങ്ങനെ വെച്ചിട്ടുള്ള ഗേറ്റ് വരാറുള്ളതാണ്. അപ്പോൾ ആ സാധനം വേണ്ട. കാരണം എന്താണ്? താമര എന്താ മോശമായിട്ടുള്ള കാര്യമാണോ? താമര മനോഹരമായിട്ടുള്ളൊരു പൂ തന്നെയല്ലേ, പൂക്കളിൽ രാജാവല്ലേ താമര. പക്ഷെ ഇപ്പോൾ ഇവർ കൈകാര്യം ചെയ്തതോടുകൂടി താമരയോട് വെറുപ്പായി ആളുകൾക്ക്. അത് തന്നെയാണ് കാവിക്കും സംഭവിച്ചത്. കാവി പതാക ഇവർ കൈകാര്യം ചെയ്തപ്പോൾ അത് വെറുപ്പായി. അതാണ് സത്യം. ഇവിടെ സന്യാസിമാർ കൈകാര്യം ചെയ്തിരുന്നല്ലോ. അമ്പലങ്ങളിൽ പണ്ടൊക്കെയും നമ്മളുടെ ഉത്തരേന്ത്യയിൽ പോയ അമ്പലങ്ങളുടെ മേലെ ഈ കാവി പതാകയാണ് ഉണ്ടായിരുന്നത്. 2 ത്രികോണം ആയിട്ട് മുറിച്ചിട്ടുള്ള കാവ്യ പതാക ഉണ്ടായിരുന്നത്. ആർക്കൊരു വിഷമം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം ഇവർ എടുത്ത് ഇത് ഞങ്ങളുടെ പതാക എന്നുള്ള രീതിയിലാക്കിയപ്പോൾ അതിനോട് അറപ്പും വെറുപ്പും അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ അരിവാൾ ചുറ്റിയ നക്ഷത്രം ലേപനം അരിവാൾ ചുറ്റിയ നക്ഷത്രമുണ്ട്. അത് അരിവാൾ എന്താ മോശമായിട്ടുള്ള കാര്യമാണോ? ചുറ്റിക എന്താ മോശമായിട്ടുള്ള കാര്യമാണോ? അരിവാൾ ചുറ്റി എന്താ മോശമായിട്ടുള്ള കാര്യമാണോ? ചുവപ്പ് നിറം എന്താ മോശമായിട്ടുള്ള കാര്യമാണോ? ചുവപ്പ് നിറത്തിൻ്റെ മേലെ അരിവാളും ചുറ്റിയും വരച്ചു വെച്ചാൽ അത് മോശമായിട്ടുള്ള കാര്യമാണോ? ആണ്. ആര് പറയും? ചില ആളുകൾ പറയും. കോൺഗ്രസ്സുകാർക്ക് ഇഷ്ടപ്പെടുമോ? ഈ സർക്കാർ പരിപാടിയിൽ അരിവാൾ ചുറ്റിയ നക്ഷത്രം ആലേഖനം ചെയ്തിട്ടുള്ള ചോർന്ന കൂടി അവിടെ കൊത്തിയിട്ട് അതിന് സെല്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗവർണർ സമ്മതിക്കൂ? ആൾക്കാർ മുഴുവൻ എതിരിടില്ലേ? കമ്മ്യൂണിസ്റ്റുകാർ തന്നെ പറയില്ലേ ഇതിവിടെ വേണ്ടായിരുന്നു? ഇത് ഭരണസിരാ കേന്ദ്രമാണ്, ഇത് സർക്കാരാണ്. സർക്കാർ പരിപാടികൾ അത് പാടില്ല. പാർട്ടി പരിപാടികളാവാം. പാർട്ടി പരിപാടികൾ പിന്നെ കാവ്യവസ്ത്രം വയ്ക്കാൻ പറ്റൂ. BJPയുടെ പാർട്ടി പരിപാടികൾ ഭാരതാംബയുടെ വെച്ചോളൂ, കയ്യിൽ കാവിക്കൊടി പിടിച്ചവരുടെ വെച്ചോ, ആരും കുഴപ്പമില്ല. എന്തിനേറെ ഇന്നിപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത്, അമ്മ പെങ്ങന്മാർ വീട്ടിലിരിക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്തുള്ള ജംഗ്ഷനിൽ വിളി കേൾക്കണം. എന്താണ്? ജയ് ശ്രീരാം എന്ന് കേൾക്കുമ്പോൾ ആ അമ്മ പെങ്ങന്മാർ മക്കളോട് എന്താ പറയുക? മക്കളെ അകത്തിയോടാ വാതിൽ കുറ്റിയുടെ എന്തോ പ്രശ്നം നടക്കുന്നുണ്ട്. ജയ് ശ്രീരാം വിളി കേട്ട് കഴിഞ്ഞാൽ എന്തോ പ്രശ്നം നടക്കുന്നുണ്ട്. കാരണം എന്താണ്? നിങ്ങളത് കൈകാര്യം ചെയ്തു. അതോടെയുള്ള ചാരുതയും നഷ്ടപ്പെട്ടു. ഞാൻ പാടി കേൾപ്പിക്കാറുള്ള ഒരു വരിയുണ്ട്. ശ്രീരാം ജയ രാം ജയ ജയ രാം, ശ്രീരാം ജയ രാം ജയ ജയ രാം. വല്ല പ്രശ്നമുണ്ടോ? പക്ഷെ ഇപ്പം നല്ല സ്ഥിതി. ജയ് ശ്രീരാം ആനന്ദനായേ ഇത് വയ്ക്കുന്ന പോലെയല്ലേ ഇപ്പോൾ വിളിച്ച് കൂവല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് എന്തുണ്ടായി? അദ്ദേഹത്തിൻ്റെ വില പോയി, ശ്രീരാമൻ്റെ വില പോയി. ഓം കാളി ജയ് കാളി. ഓം എന്നുള്ളത് ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്നൊരു മന്ത്രമാണ്. അകാരാദി കാര്യങ്ങൾ നോക്കുമ്പോൾ വായ തുറന്ന് വായ അടയ്ക്കുന്ന വരെയുള്ള ശബ്ദം അകാരം, അവസാനം ബമ്മ. ആ മുതൽ അവസാനത്തെ ശബ്ദം ഇല്ല, അവിടെ ശബ്ദമില്ല. അപ്പോൾ അകാരം മുതൽ അവസാനം അകാരം വരെ വായ തുറന്നുള്ള ശബ്ദം മുതൽ വായ അടയ്ക്കുന്ന വരെയുള്ള ശബ്ദം. ഈ വായ നന്നായിട്ട് തുറന്ന് ഇങ്ങനെ അടഞ്ഞ് അവസാനം ശബ്ദമില്ല. അപ്പോൾ പറഞ്ഞു വരുന്ന ലോകത്തിലുണ്ടായ സകല ശബ്ദങ്ങളെയും ആവാഹിച്ചെടുത്തൊരു ശബ്ദം ഉണ്ടാക്കിയതാണ് ഓ. അതാണ് ഓംകാരം. അങ്ങനെയാണ് പറയുക. ഈ ശബ്ദം ഉണ്ടായ കാലഘട്ടം മുതൽക്ക് ഈ ശബ്ദത്തെ എല്ലാവരും ബഹുമാനിച്ചിട്ടുണ്ട്. അതിനകത്ത് വേറൊരു കണക്ഷൻ കൊടുത്തിട്ടില്ല. ഇന്നിപ്പോൾ അതേ സാധനം തന്നെ ഏതൊരു കാര്യം ഇപ്പോൾ ഏതോ യേശുദാസിൻ്റെ ഒരു മന്ത്രം പലരും ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതിൻ്റെ തുടക്കം ഇതാണ്. ഏതൊരു സിനിമ പാട്ടാണ്, അതിൻ്റെ തുടക്കം ഇതാണ്, ഓ കഴിഞ്ഞിട്ടാണ്. അത് മാത്രം എടുത്ത് പലരും ഉപയോഗിക്കുന്നുണ്ട്. എത്ര മനോഹരമാണ്. എന്തിന് നമ്മളുടെ ഇങ്ങനെയുണ്ടല്ലോ, നമ്മളുടെ ശബ്ദലേഖനം നടത്തുന്ന ആള് പൂക്കുട്ടി, എന്ത് പൂക്കുട്ടിയാ,
അങ്ങനെ വേറെ പേരുണ്ട്, പൂക്കുട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. അദ്ദേഹത്തിന് മറ്റേത് ഓസ്കാർ കിട്ടിയ ആളാണ് അദ്ദേഹം. റസൂൽ പൂക്കുട്ടി അദ്ദേഹം അത് വാങ്ങിക്കാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്താണെന്ന് അറിയാമോ? ഇതൊന്നും എനിക്ക് വലിയ അത്ഭുതമല്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞത്. കാരണം ഞാൻ ഓംകാരത്തിൻ്റെ നാട്ടിൽ നിന്ന് വരുന്നവനാണ്. അവിടെ എല്ലാം തീരുകയാണ്. അവിടെ ഞാൻ ഓംകാരത്തിൻ്റെ നാട്ടിൽ നിന്ന് വരുന്നവനാണ്. അതിലും വിട്ടൊരു ഒരു ഓസ്കാർ ഈ ലോകത്തിലില്ല എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പം അവരുടെയും മനസ്സിൽ റസൂൽ പൂക്കുട്ടിയാണ് പറഞ്ഞത് ഓംകാരത്തിൻ്റെ നാട്ടിൽ. ഇന്ന് അതേ ഓംകാരം ഇവരിങ്ങനെ നമ്മൾ ഓം കാളി, അടിക്കടവനെ, ജയ് കാളി, കുത്തടവനെ, ഇതല്ലേ സ്ഥിതി. അപ്പം അതിനോട് വെറുപ്പ് ആരാ ഉണ്ടാക്കിയത്? നിങ്ങൾ തന്നെയാണ് ഉണ്ടാക്കിയത്. നിങ്ങൾ തന്നെ പറഞ്ഞുണ്ടാക്കിയതാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. തല്ലിപ്പഴിപ്പിച്ച് നമ്മളീ മാമ്പഴമൊക്കെ ഉണ്ടല്ലോ, തല്ലിപ്പഴിപ്പിച്ച മാമ്പഴം കിട്ടും. അതിന് പുളിപ്പ് മാറില്ല. മാമ്പഴം കണ്ടു കഴിഞ്ഞാൽ നല്ല മഞ്ജുവാര്യരെ ഏറ്റവും സുന്ദരി ഇപ്പോൾ മഞ്ജുവാര്യരെ പോലെ ഉണ്ടാവും. നല്ല കളറ്, നല്ല മനോഹാരിത, നല്ല ലക്ഷണമൊക്കെ വാങ്ങുക. അത് വാങ്ങിച്ചു കൊണ്ടുപോകും. അപ്പോൾ അവർ പറയും, സാറേ അത് തീരാൻ പോകണം കേട്ടോ, 2 കിലോ വാങ്ങിച്ചോ എന്നും പറഞ്ഞാൽ അവരെന്നെ ചാക്കിൽ കൊണ്ടിടും. നമ്മളെ സഞ്ചി അതായത് നമ്മൾ ഗത്യന്തരായിട്ട് വാങ്ങിക്കും. 1 കിലോ വാങ്ങിക്കാൻ ഞങ്ങൾ 2-2.5 കിലോ വാങ്ങിച്ചു കൊണ്ടുപോകും. വീട്ടിൽ നിന്ന് പുളി നോക്കുന്ന സമയത്ത് എന്താ സ്ഥിതി? ഈ ഇതിലെ പുളിക്കുന്ന അർത്ഥം. നല്ല ചെറുനാരങ്ങ, അധികം പഴുക്കാത്ത ചെറുനാരങ്ങ ഒരു കൊച്ചുകുട്ടിയുടെ വായിൽ ഒഴിച്ചു കൊടുത്താൽ ഇത് കാണിക്കുന്ന പോലെ കാണിക്കേണ്ടി വരും. കാരണം തല്ലിപ്പഴിപ്പിച്ചതാണ്. എന്താ അമോണിയോ എന്തോ ഇനി പൊട്ടാസ്യം സൈനൈഡോ എന്താണെന്നറിയില്ല, അതൊക്കെ ഇട്ടിട്ട് പഴിപ്പിച്ചതാണ്. ആയതുകൊണ്ട് തന്നെ ആ സാധനം നല്ല രീതിയിലപ്പോഴേക്കും എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരു 10-12 മാവുണ്ടായിരുന്നു. ഒരെണ്ണം പ്രിയൂർ മാവായിരുന്നു, മയിൽപ്പീലി മാവുണ്ടായിരുന്നു, മൂവാണ്ടൻ ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് തിന്നാനുള്ളതാണ്. അതിൻ്റെ അപ്പുറത്തുള്ള അവിടെ ഒരു മേരി ചേച്ചി ഉണ്ടായിരുന്നു, വിളക്കത്തലത്തെ സുഖം ഉണ്ടായിരുന്നു. അവരൊക്കെ വന്ന് പൊട്ടിച്ചുകൊണ്ട് പോകും. പക്ഷേ ആരും കല്ലെടുത്തെറിഞ്ഞ് താഴ്ത്തി എടുക്കാറില്ല. അത് വീഴുന്ന സമയത്ത് ആർക്കാണ് കിട്ടിയാൽ അവരെടുത്ത് കൊണ്ടുപോകും. എനിക്ക് വേണ്ടത്ര എനിക്ക് അവിടെ കിട്ടും. അതവിടെ മൂവാണ്ടനൊക്കെ തന്നെ പഴുത്ത കിളികൾ പോലും കൊത്തില്ല. കിളികൾക്ക് അവിടെ വേണ്ടത്രയുണ്ട്. ഒരു വീട് കഴിഞ്ഞാൽ പിന്നെ ഒരു വീട് 1/2 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ്. കിളികൾക്ക് പോലും വല്ലപ്പോഴും വന്ന് കൊത്തി അത്ര മാത്രം. ആ സാധനം അതേപോലെ എടുത്ത് തിന്നുന്ന സമയത്ത് തൊലി പോലും കളയാതെ അത് കടിച്ച് ഇപ്പി വലിച്ചിട്ട് അത് കുട്ടികളെ തിന്നുക. അതേ സമയത്ത് ഇപ്പം നമുക്ക് മാമ്പഴം മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ തല്ലിപ്പഴിപ്പിച്ചതാണ്. ജനങ്ങളിൽ ഇടപെടുന്ന സമയത്ത് നിങ്ങൾ സ്നേഹത്തോടുകൂടി ആർദ്രതയോടുകൂടി, എല്ലാവരും ഒരേപോലെയല്ല, പല രൂപത്തിലും പല ഭാവത്തിലാണ്. പക്ഷെ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഹിറ്റ്ലറുടെ ഭാവം എല്ലാവരെയും ചേർത്ത് നിർത്തി തലവെട്ടുക, എന്നിട്ട് ഒരേ രൂപത്തിലാക്കി മാറ്റുക. അതിന് കുറിയവൻ വേണ്ട, മുടന്നുകാലം വേണ്ട, കണ്ടുപൊട്ടം വേണ്ട. ഇതൊക്കെയാണല്ലോ ഹിറ്റ്ലർ പറഞ്ഞത്. ആര്യ സ്വഭാവമുള്ള, 6 അടി ഉയരമുള്ള, 90 കിലോ തൂക്കമുള്ള, വെളുവെളുത്ത നിറമുള്ള, നീല തലമുടി, ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ജനങ്ങളിൽ ഇപ്പോൾ ചെയ്യുന്ന മതപരമായിട്ടുള്ള കുത്തിത്തിരിപ്പുകൾ, ജാതിപരമായിട്ടുള്ള കുത്തിത്തിരിപ്പുകൾ, വർഗപരമായിട്ടുള്ള കുത്തിത്തിരിപ്പുകൾ, ഇങ്ങനെ ഒരു കൂട്ടപ്പൊരിച്ചുണ്ടാക്കിയിട്ട് ഗോളടിക്കാൻ അതാ ശ്രമിക്കുന്നത്. അതിനും കേരളത്തിൽ കഴിയില്ല പ്രിയപ്പെട്ട കുറുവടികളെ. അതിന് കേരളത്തിൽ കഴിയില്ല. അതെല്ലാം ഉത്തരേന്ത്യയിലേ നടക്കുള്ളൂ. അവിടെ എന്നും പറയാറില്ല ഉത്തരേന്ത്യയിൽ മുസ്ലിം എന്താണ്, ബക്രീദ് എന്താണ്, റംസാൻ എന്താണെന്ന് ഹിന്ദുക്കൾക്ക് അറിയില്ല. ഹിന്ദുക്കളുടെ അവിടെയുള്ള ആഘോഷം എന്താണെന്ന് അവർക്കും അറിയില്ല. പക്ഷേ കേരളത്തിൻ്റെ സ്ഥിതി എന്താണ്? റംസാൻ ആഘോഷിക്കാത്ത ഏതെങ്കിലും വീട് കേരളത്തിലുണ്ടോ? ഓണം ആഘോഷിക്കാത്ത, ഇന്ന് ഓണമല്ലേ, കുട്ടികളെ കൊണ്ട് എന്തായാലും മിഠായി തെരുവിലേക്ക് മുസ്ലിം സ്ത്രീകൾ വന്നിട്ടാണ് ഇന്നെന്താ ഇവിടെ ഇന്നും ഓണമല്ലേ ഡ്രസ്സ് എടുക്കാൻ വന്നതെന്ന് എല്ലാവരും ആഘോഷിക്കുന്നുണ്ട്. ഇവിടെ വെച്ച ആഹാരം അവിടെ കൊണ്ടു കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അവരവിടെ അന്നേ ദിവസം ഒന്നും ഓണമല്ലേ, ഇന്ന് നമുക്കിവിടെ സാമ്പാറും ഓരനും പച്ചടിയും കിച്ചടിയും മാത്രമല്ല, അവിടെ വിഷു വരുമ്പോൾ അവരും പടവും പൊട്ടിക്കും. അത് ഞങ്ങൾ മതം മാറി എന്നുള്ള രീതിയിലല്ല. അതുപോലെ തന്നെ ക്രിസ്മസ് വരുന്ന സമയത്ത് ആരാണ് ഇവിടെ നക്ഷത്രം കൊണ്ട് സ്ഥാപിക്കാതിരിക്കുന്നത്? അപ്പം ആയതുകൊണ്ട് തന്നെ ഇവിടെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഉത്തരേന്ത്യയിൽ നടക്കുള്ളൂ. ഈ വേർതിരിവ് സൃഷ്ടിക്കൽ. ഇനി ഒരു രസകരമായിട്ടൊരു കാര്യം പറയാം.
കേരളം, ദക്ഷിണേന്ത്യയിൽ തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ കർണാടകത്തിലെടുത്ത് നോക്കുക, അവിടങ്ങളിൽ മതത്തിനകത്ത് ഇപ്പോൾ ഹിന്ദു മതമുണ്ട്, ഹിന്ദു മതത്തിനകത്ത് ഈഴവ, നായർ, പറയൽ പോലെ അവർ തമ്മിൽ ചെറിയ ചെറിയ ഒരസലുകളൊക്കെ ഉണ്ടാവാം. പക്ഷേ മതങ്ങൾ തമ്മിൽ അവർ തമ്മിലുള്ള സ്നേഹവും സാഹോദര്യവും കൂടിക്കൂടി വരികയാണ്. കാരണം ഇവന്മാരാ, ഈ സംഘപരിവാറുകാരാ. മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദം കൂടി വരുന്നതിനിപ്പോൾ നന്ദി പറയേണ്ടത് അവരോടോ വാസ്തവത്തിൽ. രാജ്ഭവനിൽ കാവിക്കൊടിയും പിടിച്ചു നിൽക്കുന്ന, RSSന്റെ കൊടിയും പിടിച്ചു നിൽക്കുന്ന ഭാരതാംബയുടെ ചിത്രം വയ്ക്കുന്നു. അതിനെ അംഗീകരിക്കാൻ മാത്രമല്ല, അവിടെ RSSന്റെ താത്വിക ആചാര്യന്മാരെ വിളിച്ച് പ്രസംഗിപ്പിക്കുന്നു. എവിടെ? അത് ഭരണസിരാകേന്ദ്രമാണ്. ശരിക്കും ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ തലവനാണ്. ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടം, അതിൻ്റെ മേലെ നിൽക്കേണ്ട ആളാണ്. അപ്പം തമ്മിലൊരു പരസ്പര ആശ്രയത്വം വേണം. ഭരിക്കുന്ന ആളുകൾ, അവിടെയുള്ള 140 ആളുകളുടെ മനോഗതം, അവരുടെ തീർപ്പ്, മൊത്തത്തിലുള്ള തീർപ്പ്, അതാണ് നയപ്രസംഗത്തിൽ വരേണ്ടത്. അതിനപ്പുറമുള്ള ഡ്യൂട്ടിയൊന്നും ഗവർണർക്കില്ല. അല്ലെങ്കിൽ ഗവർണർ അതൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയിട്ട് രാഷ്ട്രീയത്തിൽ പോയിട്ട് ജയിച്ചു വന്ന് BJPയുടെ ഭരണപടി ഉണ്ടാക്കട്ടെന്നേ. പക്ഷെ അവിടെ ഇരുന്നിട്ട് ഈ കൊലപ്പിക്കുന്ന പരിപാടി തെറ്റാണ് വാസ്തവത്തിൽ. അത് ഒരു മരത്തിൻ്റെ മേലെയുള്ള ചില്ല താഴ്ത്തടിയേക്കാൾ വലുതാവുന്നതിനുള്ള കാരണം അതാണ് അവിടെ സംഭവിക്കുന്നത്. ആരാണ് ഈ ഗവർണർ? ആ തസ്തികയ്ക്ക് എന്താണ് അർത്ഥമുള്ളത്, ആഭിജാത്യമുള്ളത്? പണ്ടൊക്കെ വയസ്സാവുന്ന സമയത്ത് കേരളത്തിലേക്ക് പറഞ്ഞയക്കുക. എന്തിനാ അറിയോ? ആയുർവേദ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. കാര്യം ചെയ്തോളൂ, നിങ്ങളവിടെ ഗവർണറായിട്ട് പൊക്കോളൂ. അതായത് എല്ലാം കഴിഞ്ഞ് കൊഴിഞ്ഞ് വീഴുമ്പോഴാണ് ഗവർണർ സ്ഥാനം. പക്ഷെ ഇപ്പോൾ BJPക്കാർ ചെയ്യുന്നതല്ല. അവർക്ക് ഇഷ്ടമില്ലാത്ത ഭരണം എവിടെ നടക്കുന്നുവോ അതിൻ്റെ ഇടയിൽ, കാലിൻ്റെ ഇടയിൽ കോല് പോലെ കിടക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് ഇവരെ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. ഏതായാലും ഇപ്പം ഇത്രയും വരെ എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ. ഫോട്ടോ എത്തി, ഒരു സ്തൂപത്തുമ്മേ, ഒരു കുന്തത്തുമ്മേ RSSന്റെ കൊടിയും പിടിച്ചുള്ള ഫോട്ടോ എത്തി. RSSന്റെ ശാഖകളിൽ വയ്ക്കുന്ന ഫോട്ടോ ആണ് കേട്ടത്. എന്തെങ്കിലും വിശേഷം ഉണ്ടാവുമ്പോൾ വയ്ക്കുന്ന ഫോട്ടോ ആണത്. നടുവിലെ ഭാരതാംബ, ഈ പറഞ്ഞ കാവിക്കൊടിയും പിടിച്ച ഭാരതാംബ, അപ്പുറത്ത് ഹെഡ്ഗേവാർജി, ഇപ്പുറത്ത് ഗുരുജി. ഇങ്ങനെയാണ് അവർ ഫോട്ടോ വയ്ക്കുക. വേറെ ആരും ഫോട്ടോ വയ്ക്കാറില്ല. അത് നടുവിലത്തെ ഫോട്ടോ എത്തിക്കഴിഞ്ഞു, അത് പ്രധാനപ്പെട്ട ഫോട്ടോ. ഇനി ഇപ്പുറത്തെ ഡോക്ടർജിയുടെ ഫോട്ടോ വരും, അപ്പുറത്തെ ഗുരുജിയുടെ ഫോട്ടോ വരും. അത് കഴിഞ്ഞാൽ ഒരു കൊടി സ്ഥാപിക്കും. അത് കഴിഞ്ഞാൽ നമസ്തേ സദാ വത്സലേ മാതൃഭൂമേ ത്വയാ ഹിന്ദുഭൂമേ സുഖം വർദ്ധിതോഹം. അവിടേക്ക് വരും കാര്യങ്ങൾ. ശാഖ, സംഘശാഖയും തുടങ്ങും രാജ്ഭവനകത്ത്. നിയമപ്രകാരം അതിനെങ്ങനെയാണ് നേരിടുക? നിയമപ്രകാരം എങ്ങനെ നേരിടും പറയൂ? നിസ്സഹകരിക്കാനേ കഴിയുള്ളൂ, സഹകരിക്കാതിരിക്കാനേ കഴിയുള്ളൂ. എന്തായാലും സംഘപരിവാറുകാർ ജനങ്ങൾക്ക് നൽകുന്നത് തെറ്റായ സന്ദേശമാണ്. അവർക്കല്ലാത്തൊരു സന്ദേശം നൽകാനില്ല എന്ന് വേറെ കാര്യം. ഇനി കളക്ടറേറ്റുകളിൽ സംഘീയ കളക്ടർമാർ വന്നു കഴിഞ്ഞാൽ അവിടെ എത്തില്ലേ ഈ പടം? VD സവർക്കർ എത്രയോ കാലഘട്ടങ്ങൾക്ക് മുൻപ്, അദ്ദേഹം കുട്ടിയായിരിക്കുന്ന സമയത്ത്, ചെറുപ്പക്കാരനായിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഹിന്ദുത്വ വാദസംബന്ധിയായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ. അതായിരിക്കണം ഭാരതത്തിൻ്റെ ഔദ്യോഗിക ആചാരാനുഷ്ഠാനങ്ങൾ. അപ്പം എന്ത് വേണം? ഇനി ഇവിടെയുള്ള പ്രാർത്ഥനകൾ, ജനഗണമനയും മറ്റേ അതൊക്കെ ഉണ്ടല്ലോ, വന്ദേ മാതരം, ഇതൊക്കെ പോകും. ഇതൊക്കെ അവസാനം എന്താവും? ഇതന്നെ വരും, നമസ്തേ സദാ വത്സല വരും. അവിടേക്കാണ് ഈ കൊണ്ടുപോകുന്നത്. ഇതിപ്പോൾ ഒരു ടെസ്റ്റ് ഡോസ് മാത്രമാണത്. ഇനി വീണ്ടും ഇത് വരുമ്പോൾ തടയാൻ പറ്റില്ല. തമിഴ്നാട്ടിൽ ഇതുപോലെ ഗവർണർ വന്നിട്ട് ഒരിക്കൽ പോലും തമിഴ്നാട് സർക്കാർ അവിടുത്തെ അസംബ്ലി ഇതിനകത്ത് ഉണ്ടാകാൻ പാടില്ലാത്ത വൃത്തികെട്ട പരിപാടികൾ, ഇറങ്ങിപ്പോക്ക്, അംഗീകരിക്കാതിരിക്കൽ. അവിടെയുണ്ട് തമിഴ് തായ് വാഴ്ത്തു പാട്ട്. അത് അതിൻ്റെ വേഗത്തിൽ പാടുന്ന സമയത്ത് ഏകദേശം 1.5 മിനിറ്റ് 2 മിനിറ്റേ ഉള്ളൂ. അതവർ പാടുന്നു. അത് പാടുന്നത് അത് പറ്റില്ല, അത് പാടാൻ പറ്റില്ല എന്നും പറഞ്ഞ് അതിന് അനിഷ്ടം കാണിച്ച്
സംഘി ഗവർണർ അവിടെ നിന്ന് ഇറങ്ങി പോവുകയുണ്ടായിട്ടുണ്ട്. അവിടെ നാളെ ഒരു സർക്കാർ പരിപാടിയിൽ ഞാൻ ചോദിച്ചോട്ടെ, അരിവാൾ ചുറ്റി അടയാളമുള്ള കൊടിയും പിടിച്ച് നിൽക്കുന്ന ഒരു പെണ്ണിൻ്റെ രൂപം വെച്ച് ഇതാണ് ഞങ്ങളുടെ ഭാരതാംബ അല്ലെങ്കിൽ കേരളാംബ എന്നും പറഞ്ഞ് വെച്ചാൽ അതിനെ വണങ്ങുമോ ഈ ഗവർണർ? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ, സപ്പോസ് CPM-കാർ അങ്ങനെ ഒരു പരിപാടി ഒപ്പിച്ചു, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ സമ്മതിക്കൂ? CPI സമ്മതിക്കുമോ? ഈ CPM-ലെ കമ്മ്യൂണിസ്റ്റുകാർ സമ്മതിക്കുമോ? ഇതൊക്കെ തെറ്റാന്ന് പറയില്ലേ? അത് പാർട്ടി ഓഫീസിൽ. എന്തായാലും സൂക്ഷിച്ചാൽ നല്ലത്. വർഗീയതയും മതസ്പർദ്ധാ വിശേഷവും ഇപ്പോൾ ഗവർണറുടെ രാജ്ഭവനിലും എത്തിയിരിക്കുന്നു. സുനാമി നമ്മളുടെ കടലിലും എത്തിയിരിക്കുന്നു എന്നർത്ഥം. അതിനോട് നിസ്സഹകരിച്ച് അതിനോട് മുഖം തിരിച്ചു നിന്ന് സർക്കാരിനെ നമുക്ക് അഭിനന്ദിക്കാം. എത്ര കാലം ഇങ്ങനെ മുഖം തിരിച്ചു നിൽക്കാൻ കഴിയും എന്നുള്ളത് ഉടയതമ്പുരാൻ മാത്രമേ അറിയുള്ളൂ. അത് വേറെ കാര്യം. ഒരു സത്യം അവശേഷിക്കുന്നുണ്ട്, ആരംഭിച്ചു കഴിഞ്ഞു. ഭരണസിരാകേന്ദ്രം എന്ന് പറയുന്നത് അസംബ്ലി, അതിനേക്കാൾ അപ്പുറമാണ് രാജ്ഭവൻ. ഇവിടെ എന്ത് തീരുമാനമെടുക്കണമെങ്കിലും തീരുമാനമെടുത്താലും ആ പേപ്പറും കൊണ്ട് അവിടേക്ക് പോകണം, രാജ്ഭവനിൽ പോകണം. അവിടുത്തെ ഒപ്പുകൂടിയും കിട്ടിയാലേ അല്ലെങ്കിൽ പരിപൂർണത വരുള്ളൂ. ആ സ്ഥലത്ത് ആരംഭിച്ചു. എന്ത്? സംഘശാഖ ആരംഭിച്ചു കഴിഞ്ഞു. അതിന് തുടക്കം വെച്ച് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളതൊക്കെ പതുക്കെ പതുക്കെ വരും. നമസ്കാരം.